നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം നേതാക്കളുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. BJPക്ക് ബദലായ ഇന്ത്യ മുന്നണിയിൽ അംഗത്വമുള്ളത് കേരളത്തിലെ UDFനെന്ന് കെ മുരളീധരൻ MP. UDFിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിലെ സഖ്യകക്ഷികളാണെന്നും കെ മുരളീധരൻ. ആറട്ടുപുഴ പൂരാഘോഷത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് ADM ടി മുരളി ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി. LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ സ്വതന്ത്രമാണ് എന്ന് നാം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറിയും അടക്കം രാജ്യത്തിന്റെ ജനത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന നിഷ്പക്ഷമായ ഏജൻസികളെ പോലും തങ്ങളുടെ പരിധിയിൽ വരുത്താനും തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് ഔപചാരികമായ ഭരണകൂടത്തിന്റെ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ഏജൻസികളാക്കി മാറ്റാനും ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നാം നിരന്തരം കാണുകയാണ്. കർണാടകയിൽ നിന്ന് ജയിച്ചുപോയ ഒരു MP ഇന്നലെ പറഞ്ഞത് പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, രാജ്യസഭയിലും ലോകസഭയിലും ഒരുപോലെ ഭൂരിപക്ഷം വേണം എന്ന് BJPയുടെ ഗവൺമെന്റ് അഥവാ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു അധ്യാപകനെ പോലെ തന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന അണികളോട് അദ്ദേഹം വിശദീകരിച്ചു, ലോകസഭയിലും രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഭൂരിപക്ഷം നേടിയാൽ സംഘപരിവാര കുടുംബത്തിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അഥവാ അതിനെ നയിക്കുന്ന BJPയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഇന്ത്യയുടെ ഭരണഘടനയെ പിയ വർഗീസ് അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി ജോൺ, MK കണ്ണൻ, CPI സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, CC മുകുന്ദൻ MLA, LDF നേതാക്കളായ TR രമേശ് കുമാർ, KM ജയദേവൻ, AS ദിനകരൻ, MA ഹാരിസ് ബാബു, KP സന്ദീപ്, ഷീല വിജയകുമാർ, രഘു K മാരാത്ത, PN ശങ്കർ, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, മോഹനൻ അന്തിക്കാട്ട്, MK വസന്തൻ, ഷീന പറയങ്ങാട്ടിൽ, MG ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 1501 അംഗ തെരഞ്ഞെടുപ്പ് ജനറൽ കമ്മിറ്റിയെയും 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തീരുമാനിച്ചു. ആ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു മുന്നണിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ മാറി വേറെ രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരുമായി അവർക്ക് എത്ര അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം പരസ്യമായി തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷകരായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഉയരത്തിൽ ഭരണഘടനയെ സ്ഥാപിച്ചുകൊണ്ട് ആ ഭരണഘടന സംരക്ഷകരാണ്. കാരണം ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒന്നാണ് ഭരണഘടന എന്ന ഉത്തമ വിശ്വാസത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളെ കണ്ണിയടിസ്ഥാനം പോലെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാള് അടിസ്ഥാനപരമായി എല്ലാ ഗവൺമെന്റുകളും. എന്നാൽ 2014 ശേഷം അധികാരത്തിൽ വന്നത് അന്ന് മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള BJP ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത, RSS നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് അടിസ്ഥാനപരമായി ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണെന്നതാണ്. ഭാരവാഹികളായി പ്രസിഡന്റ് പിയ വർഗീസ്, സെക്രട്ടറി KP സന്ദീപ്, ട്രഷറർ CR മുരളീധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. അന്തരിച്ച കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം നേതാക്കളുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കെ മുരളീധരൻ MP എന്നിവർ ചേർന്ന് അനാച്ഛാദനം നിർവഹിച്ചു. MK അബ്ദുൾ സലാം, KK കൊച്ചുമുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മളോടൊപ്പം പ്രവർത്തിച്ച് മരിച്ചുപോയ പലരെയും നമ്മൾ മറക്കണം. കാലക്രമേണ അവരുടെ കുടുംബം നമ്മളെയും മറക്കണം. അവർക്ക് ബന്ധം മറ്റുപോകുന്നു എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്നൊരു വിഷയം. ഒരു ജീവിതകാലം പൂർണ്ണമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സഹോദരന്മാർ
അവർ നമ്മൾ ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്കുള്ള ആ പാർട്ടിയോടുള്ള ബന്ധം എന്താണ്? ഞാനിവിടെ ശകരൻകുട്ടി കണ്ടപ്പോൾ ഞാനും സലാമൊക്കെ ഒരു കാലഘട്ടത്തിൽ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നതാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ പറയാനുണ്ട്. ഈ സുകുമാരൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് 98 ഞാൻ അന്ന് പാർലമെൻറ്റിൽ ഇവിടെ മത്സരിക്കുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളിലും അധികം മേൽനോട്ടം വഹിച്ചത് ഞാനിപ്പോഴും ഓർക്കുക. ഇന്ന് അവിചാരിതമായിട്ടാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ആ സമയത്ത് എന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹൽ വ്യക്തികളുടെ ഫോട്ടോ അനാവരണം ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്നേക്കും ഭാവി തലമുറയ്ക്കുള്ള ഒരു എന്താ പറയുക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള മഹൽ വ്യക്തികൾ നടത്തിയ പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഒരു കാലത്ത് പാർട്ടിയുടെ ഏറ്റവും ശക്തിയായിട്ടുണ്ടായത്. ഇന്ന് കാലം മാറി നമ്മൾ വാട്സപ്പ് യുഗത്തിലെത്തിയപ്പോൾ ബിജെപിക്ക് ബദലായ ഇന്ത്യ മുന്നണിയിൽ അംഗത്വമുള്ളത് കേരളത്തിലെ UDF-നെന്ന് കെ മുരളീധരൻ MP. ബിജെപിക്ക് ബദൽ ഇന്ത്യ മുന്നണി മാത്രമാണെന്നും UDF-ലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിലെ സഖ്യകക്ഷികളാണെന്നും കെ മുരളീധരൻ MP അഭിപ്രായപ്പെട്ടു. ആണവ കരാറിന്റെ പേരിൽ ബിജെപിക്കൊപ്പം നിന്ന മൻമോഹൻ സിംഗ് സർക്കാരിനെ അട്ടിമറിച്ച CPM-ന്റെ BJP വിരുദ്ധ പ്രസംഗങ്ങൾ കാപട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മുട്ടിടിക്കുന്ന പിണറായി സർക്കാർ BJP-യുമായി തുടർന്നു വരുന്ന അന്തർധാര വ്യക്തമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ജീവനക്കാരുടെ ശമ്പളവും ക്ഷേമ പെൻഷനും കൊടുക്കാതിരുന്നിട്ടില്ല. കേരളത്തിലെ അഴിമതിയും ധൂർത്തുമാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചേർപ്പ് മുത്തുള്ളിയാൽ സാം പാലസിൽ നടന്ന UDF നാട്ടിക തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയതയ്ക്ക് ബദൽ കേരളത്തിലെ ഇടതുപക്ഷമല്ല, BJPക്ക് ബദൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യമാണ്. ആ ഇന്ത്യ സഖ്യത്തിന്റെ വരിപ്പാണ് കേരളത്തിലെ UDF എന്ന് അഭിമാനത്തോടെ പറയാം. ഇവിടെ തൃശ്ശൂരിന്റെ മണ്ണ് ശ്രീ കെ കരുണാകരനും പനമ്പള്ളി ഗോവിന്ദമേനോനും രാഷ്ട്രീയമായിട്ടുള്ള ജന്മം നൽകിയ മണ്ണാണ്. കെ കരുണാകരൻ ജനിച്ചത് കണ്ണൂരിലാണെങ്കിലും കെ കരുണാകരൻ രാഷ്ട്രീയക്കാരന് ജന്മം നൽകിയത് ഈ തൃശ്ശൂർ ജില്ലയാണ്. ഈ ജില്ലയിൽ ജനിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വടവൃക്ഷമായി മാറിയ വ്യക്തിത്വമാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ആ രണ്ട് മഹൽ വ്യക്തികളുടെ ജില്ലയിൽ ഇവിടെ ഏത് വേഷത്തിൽ കാവിക്കൊടി വന്നാലും അത് പറിച്ചെറിയാൻ കരുത്തുള്ളവരാണ് ഈ ജില്ലയിലെ UDF എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കണം. കഴിഞ്ഞ തവണ വന്ന് തൃശ്ശൂർ എടുക്കാൻ നോക്കിയിട്ട് എന്തായി? എടുക്കാൻ നോക്കിയവരെ പിന്നെ കാണുന്നത് അടുത്ത തവണ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കഴിഞ്ഞവർ എടുക്കാൻ വന്നതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടെ തന്നെ അവരെ എടുക്കാച്ചിരക്കാക്കി മാറ്റും നമ്മൾ. UDF ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, ജോസ് വള്ളൂർ MP, വിൻസെന്റ്, KR ഗിരിജൻ, CA മുഹമ്മദ് റഷീദ്, KA ഹാറൂൺ റഷീദ്, CV കുര്യാക്കോസ്, വികാസ് ചക്രവാണി, MK അബ്ദുൽ സലാം, സുനിൽ അന്തിക്കാട്, KK കൊച്ചു മുഹമ്മദ്, CO ജേക്കബ്, KV ദാസൻ, K ദിലീപ് കുമാർ, TK പൊറിഞ്ചു, അനിൽ പുളിക്കൽ, KS റഹ്മത്തുള്ള, CN ഗോവിന്ദൻകുട്ടി, VR വിജയൻ, PI ഷൗക്കത്ത് അലി, സുനിൽ ലാലൂർ, ജിജോ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരാഘോഷത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് ADM T മുരളി ഉത്തരവിട്ടു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട്, പെസോ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലും തൃശൂരിലും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലും അടുത്ത കാലത്തുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ചതിലും വെടിക്കെട്ടിന് ലൈസൻസ് അനുവദിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വെടിക്കെട്ട് സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന ചെറിയ പിഴവ് പോലും മനുഷ്യജീവന് ഏറെ ഹാനികരമാണെന്ന സമീപകാലത്ത് ജില്ലയിലെ കുണ്ടന്നൂർ, വരവൂർ എന്നിവിടങ്ങളിൽ നടന്ന വെടിക്കെട്ട് കതിന അപകടങ്ങളിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡും പെരുവനം ആറാട്ടുപുഴ പൂരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റും ഏർപ്പെടുത്തിയ അഡ്വക്കേറ്റ് MP സുകുമാരൻ സ്മാരക പുരസ്കാരം KN വെങ്കിടാദ്രിക്ക് നൽകും. ആറാട്ടുപുഴ ദേവമേളയ്ക്കും ഉത്സവങ്ങൾക്കും അരനൂറ്റാണ്ടായി ആനയും ചമയവും ഏർപ്പാടാക്കുന്നത് ഇദ്ദേഹമാണ്. ദേവമേളയുടെ 1400ാമത് പൂരത്തിലെ കൂട്ടിയെഴുന്നള്ളിപ്പിന് 85 ആനകളെ വരെ അണിനിരത്തിയത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള റെക്കോർഡാണ്.
10,001 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 20 വൈകിട്ട് 6 പെരുവനം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ പുരസ്കാരം സമ്മാനിക്കും. BJP ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോയ്ക്ക് അന്തിക്കാട് പഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം സ്ഥാനാർത്ഥിയും കൂടി. നാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായി അവസാനമാണ് റോഡ് ഷോ അന്തിക്കാട്ടെത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ വഴിയിൽ ആവേശത്തോടെ കാത്തുനിന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് സുരേഷ് ഗോപി വേദിയിലെത്തി. മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വന്നവരെ സുരേഷ് ഗോപി ഷോൾ അണിയിച്ച് ആദരിച്ചു. നാട്ടിക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ നിന്നായി 296 പേരാണ് BJPയിലേക്ക് മാറിയത്. BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കത്തറ അധ്യക്ഷനായി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ്, പൂർണിമ സുരേഷ്, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, സെക്രട്ടറി ഗോകുൽ കരിപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം നമ്മൾ നേടിയ കേരളത്തിലെ ജനതയാണ് നമ്മൾ നേടുന്നത്. കേരളത്തിലെ ജനതയ്ക്ക് ഒരു വലിയ അനുഗ്രഹം, വലിയ മോചനം അനിവാര്യതയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കുക. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായ സംഭവത്തിൽ പ്രതികരിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. ആദിവാസികൾ വന്ന് എന്റെ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അതാണ് കേൾക്കുന്നത്. നാളെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ. ഇവരെത്തിച്ചില്ല, ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും. അതിന്റെ സൂചനയാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സ്ഥലത്ത് ആളുകൾ കുറവായതിനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. കോളനി നിവാസികളെ കാണാൻ കഴിയാത്തതിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിമർശനം. ഇതു സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ആരും ശത്രുക്കളല്ലെന്നും എല്ലാവരും സ്ഥാനാർത്ഥികളെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ. ഞാൻ നടക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കാനാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം വാങ്ങി നൽകേണ്ടത് പ്രവർത്തകരുടെ ജോലിയാണ്. അതവർ ചെയ്തില്ലെങ്കിൽ ശാസിക്കും. ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത്. പ്രവർത്തകരെ ശാസിക്കാനുള്ള അവകാശം തനിക്കുണ്ട്. അതിനിയും തുടരും. വക്രം കൊണ്ടൊന്നും തങ്ങളെ തകർക്കാനാകില്ല. എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കുപ്രചാരണങ്ങളിൽ തളരില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കമ്പും വടികളും കൊണ്ട് താങ്ങി നിർത്തിയ മേൽക്കൂരയ്ക്ക് കീഴിൽ പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു മോഹനനും കുടുംബവും. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന മോഹനന്റെ ഭാര്യയ്ക്കും അസുഖം വന്നതോടെ സാമ്പത്തികമായും മാനസികമായും ഈ കുടുംബം ദുരിതക്കയത്തിലായി. അവകാശമായി ലഭിക്കെ ഭൂമി സഹോദരങ്ങൾ ഒപ്പിട്ട് നൽകാത്തതോടെ ലൈഫ് പദ്ധതിയിൽ പാസായ വീട് ഇവർക്ക് സ്വപ്നം മാത്രമായി. അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശി മോഹനനാണ് പ്രതിസന്ധികളിൽ വലയുന്നത്. ഇതൊരു വീടാണെന്ന് പറഞ്ഞാൽ ആരും അതിശയിച്ചു പോകും. മുളവടികളും കമ്പും ഉപയോഗിച്ച് താങ്ങി നിർത്തിയ മേൽക്കൂരയ്ക്ക് കീഴെ ജീവിക്കുന്നത് 4 മനുഷ്യജന്മങ്ങൾ. മോഹനനും ഭാര്യ ജയയും 2 മക്കളും. ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ വീട്. ചുമരുകൾ വിള്ളൽ വീണ് ഇടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. മോഹനനും 9 സഹോദരങ്ങൾക്കുമായുള്ള ഭൂമിയിൽ നിന്ന് 3 സെന്റ് സ്ഥലം വാക്കാൽ പറഞ്ഞ് തിരിച്ചു കൊടുത്തിടത്താണ് മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് അന്തിയുറങ്ങാൻ ഒരിടം ഒരുക്കിയത്. വീട് നാശത്തിന്റെ വക്കിലായതോടെ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ വെച്ചു. വീട് പണിയാൻ അനുമതിയുമായി. പക്ഷേ മോഹനന് അവകാശപ്പെട്ട സ്ഥലം സഹോദരങ്ങൾ പേരിലാക്കി കൊടുക്കാത്തതിനാൽ വീട് പണി നടന്നില്ലെന്ന് മോഹനന്റെ കുടുംബം പറഞ്ഞു. ഇതിനിടെ കൂലിപ്പണിക്കാരനായിരുന്ന മോഹനന് 3 മാസം മുൻപ് ഹൃദയത്തിൽ ബ്ലോക്ക് വന്നതോടെ ബൈപ്പാസ് സർജറി നടത്തേണ്ടി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കും സർജറിക്കുമായി 3 ലക്ഷം രൂപ ചിലവ് വന്നു. ഇതിനിടയിലാണ് മോഹനന്റെ ഭാര്യ ജയയ്ക്കും ഇതേ അസുഖം പിടിപെടുന്നത്.
കൂലിപ്പണിക്കാരായ 2 പേർക്കും വരുമാനമില്ലാതായതോടെ മരുന്നിനും ദൈനംദിന ചിലവുകൾക്കും ഈ കുടുംബം ഇപ്പോൾ വലയുകയാണ്. തകർന്നു വീഴാറായ വീട്ടിൽ കിടക്കാൻ തന്നെയായിരുന്നു മോഹനന്റെ ഉദ്ദേശമെങ്കിലും മേൽക്കൂരയിൽ നിന്നുള്ള പൊടി പറന്ന് അലർജി രോഗം ബാധിച്ചതോടെ അടുത്തു തന്നെ ഒരു വീട് താൽക്കാലികമായി വാടകയ്ക്കെടുത്ത് മോഹനനെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. മോഹനന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടാനായി നാട്ടുകാരും സുഹൃത്തുക്കളും ശ്രമം തുടരുകയാണ്. ഇതോടൊപ്പം മോഹനന്റെ ഭാര്യ ജയയ്ക്ക് ഓപ്പറേഷനുള്ള തുകയും കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6075 രൂപ, പവന് 48,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം നേതാക്കളുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. BJPക്ക് ബദലായ ഇന്ത്യ മുന്നണിയിൽ അംഗത്വമുള്ളത് കേരളത്തിലെ UDFനെന്ന് കെ മുരളീധരൻ MP. UDFിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിലെ സഖ്യകക്ഷികളാണെന്നും കെ മുരളീധരൻ. ആറട്ടുപുഴ പൂരാഘോഷത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് ADM ടി മുരളി ഉത്തരവിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.